കുറച്ച് നാളുകളായിട്ട് ഇവിടെ പരിസരവാസികളുടെയും അതേപോലെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളുടെയും എല്ലാം വലിയ പരാതി ഉണ്ടായിരുന്നു. ഇവിടെ ഇത്രയും ശുചിത്വമില്ലാത്ത രീതിയിലാണ് ഇതിന്റെ പരിസരവും മറ്റു കാര്യങ്ങളൊക്കെ കിടക്കുന്നത് എന്നുള്ളത് വലിയ പരാതികളുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നേരത്തെ ജഫേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പല ആളുകളും വന്ന് ഇവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അടിയന്തരമായിട്ട് അത് പരിഹരിക്കണം എന്ന് പറയുകയും സ്ഥിതി ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് അതെല്ലാം മാറ്റി പരിഹരിക്കാമെന്ന് ഇവിടെ ഉറപ്പ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് മറ്റു വിഷയങ്ങളിലേക്ക് പോയില്ല. ഇന്ന് ഞാനിവിടെ ഈ സ്ഥാപനത്തിന്റെ ചുറ്റുവട്ടത്തോടെ പോയി കഴിഞ്ഞപ്പോൾ വലിയ ദുർഗന്ധം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയാണ്. ദുർഗന്ധം എവിടെ നിന്നാണ് ഇതിന്റെ ദുർഗന്ധത്തിന്റെ ഉറവിടം എന്ന് ഞാനിവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഹോട്ടലിന്റെ ദേശീയപാതയിലുള്ള പനമ്പള്ളി ജംഗ്ഷനിലുള്ള കോട്ടയിലെ ഈ ചിക്കിങ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ മുഴുവൻ മലിനജലം മുഴുവൻ ഇതിന്റെ ഭാഗമായിട്ട് സൈഡിലേക്കൂടെ ഒഴുകി പൈപ്പിലൂടെ ഒഴുകി അത് ആ സ്ഥാപനത്തിന്റെ പുറകുവശം നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഇതിന്റെ ഇരിപ്പിടങ്ങളും ഇതിന്റെ സെറ്റിങ്ങും ഇതിന്റെ ഉള്ളിലെ റൂമിലെ ഈ പറയുന്ന ഇന്റീരിയൽ ചെയ്ത ഒരു റൂമാണ് നമ്മളെല്ലാം മുമ്പിൽ ഉണ്ടാവുക. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിന്റെ പുറകുവശം എന്ന് പറഞ്ഞാൽ അതീവ ദുർഗന്ധത്തോട് കൂടിയിട്ടുള്ള ഒരു മലിനമാക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഇതിന്റെ പിറകുവശം എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ആ പിറകിലെ വെള്ളം എവിടെയാണ് ചെന്നെത്തുന്നത് നോക്കി കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് ഒഴുകാണ്. അവിടെയെല്ലാം പുഴുക്കൾ വന്നിരിക്കുകയാണ്, ഈച്ചപ്പറയാണ്. ഞാനിപ്പോൾ ഇതിന്റെ വീഡിയോ മറ്റു കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇവര് ജക്സ് വരുന്നതിന് തൊട്ട് മുന്നായിട്ട് ഞാൻ വിളിച്ച് ജക്സ് ഇവിടെ എത്തുന്നതിന്റെ ആ ഒരു സമയത്തിനിടയിൽ അത് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കളയും. അതിന്റെ ഭാഗമായിട്ട് ജക്സ് വരുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും മുന്നേ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വലിയ രീതിയിൽ ഇവിടെ മാലിന്യ സംസ്കരണവും ശുചിത്വ കുറവും അതേപോലെ ഭക്ഷ്യസുരക്ഷയുടെയും കാര്യത്തിൽ വലിയ സംശയം ഞങ്ങൾക്കിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഈ സ്ഥാപനം ഇത്തരം രീതിയിൽ മലിനാക്കപ്പെട്ട ഒരു രീതിയിലാണ് പരിസരത്ത് നിന്നാണ് ഇതിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. വലിയ ഒരു ഇതിന്റെ അടിയന്തരമായിട്ട് ഇപ്പൊ ചാലക്കുടിക്കകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണ രംഗത്തെ പരാജയമാണ്, മുനിസിപ്പാലിറ്റിയുടെ പരാജയമാണ്. ഈ പരാജയം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ ലെവലിലും ഭരണസമിതിയുടെയും പൂർണ്ണമായിട്ടുള്ള പരാജയമാണ്. ഈ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള പരിമിതികൾ ഉണ്ടായിരിക്കാം, എല്ലായിടത്തും ഓടിച്ചെന്നത്. ഞങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. നാളെ മുതൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ കൗൺസിലർമാർ എന്നുള്ള ഇതിലേക്ക് ഞാനടക്കമുള്ള ആളുകൾ ഇതിന്റെ ഭാഗമായിട്ട് ചാലക്കുടിക്കകത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കൊടുക്കുന്ന കഴിക്കുന്ന സ്ഥലങ്ങൾ മുഴുവനും ഞങ്ങളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു ഞങ്ങളുടെ ശ്രദ്ധ മുഴുവനായിട്ടും ഇതിന്റെ ഭാഗത്തുണ്ടാവും. അത്തരം രീതിയിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഒരു കൗൺസിലർ എന്നുള്ളതിലേക്ക് ഞങ്ങൾ നടത്താൻ വേണ്ടി പോവുകയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ സ്ഥലം ഇരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവിന്റെ സ്ഥലമാണ്. ഈ കെട്ടിടം അതായത് ചാലക്കുടിയെ ആകമാനം ഹൈടെക് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ചാലക്കുടിയിലെ ഹൈടെക് ആക്കി മാറ്റാൻ അതിൽ പൂർണ്ണ പരാജയമായിട്ട് മാറിയിട്ടുള്ള മുൻ ചെയർമാന്റെ ഉടമസ്ഥലുള്ള സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അതിനകത്തെ സ്ഥാപനങ്ങളിലാണ്, അതിനകത്തെ പറമ്പുകളിൽ മുഴുവൻ മലിനജലം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പാതയോരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലുകളുണ്ടല്ലോ, ഈ ഹോട്ടലുകളിലേക്ക് പകൽ സമയങ്ങളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമായിട്ടുള്ള ഹാളുകൾ, നല്ല ഡൈനിങ് ടേബിളുകൾ എല്ലാം സൂപ്പർ. പക്ഷേ ഈ ഹോട്ടലുകളുടെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാവണമെങ്കിൽ രാത്രി സമയങ്ങളിൽ ചെല്ലണം. ഏകദേശം ഒരു 11 മണി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 11നും പുലർച്ചെ 2 മണിക്ക് ഇടയിലൊക്കെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ പല ഹോട്ടലുകളുടെയും യഥാർത്ഥ മുഖം അറിയാൻ സാധിക്കും. വേസ്റ്റ് വെള്ളം മുഴുവനും റോട്ടിലേക്ക് തുറന്നു വിടുകയും ആ റോഡിലൂടെ ഒഴുകി അത് ആ പ്രദേശമാകെ മലിനപ്പെടുത്തുകയും അതുമാത്രമല്ല അവിടെ തൊട്ടടുത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് മറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഈ പറയുന്ന മാലിന്യം ഒഴുക്ക് യഥേഷ്ടം ചെയ്യുന്ന ഹോട്ടലുകൾ ചാലക്കുടിയിലുണ്ട്. അങ്ങനെ ഒരു ഹോട്ടൽ, ഒരു ഭക്ഷണശാല, ആ ഭക്ഷണശാല ഒരു 5-6 മാസങ്ങൾക്ക് മുൻപ് ഇതുപോലെ അവിടുത്തെ പരിസരവാസികൾ രാത്രി സമയത്ത് തന്നെ വിളിച്ച് ഇതാ ചേട്ടാ ഹൈവേയിലേക്ക് വേസ്റ്റ് വെള്ളം തുറന്നു വിടുന്നു. സ്ഥലം നമ്മുടെ ചാലക്കുടി കോട്ട പാപ്പാളി ജംഗ്ഷൻ. സ്ഥാപനം ഏതെന്നറിയില്ലേ? ചിക്കിങ്. മനസ്സിലായോ? അങ്ങനെയാണ് ആ സ്ഥാപനത്തിന് ഇനി പേരുണ്ട്. ചിക്കിങ് എന്നല്ല, ചിക്കിങ്, ചി രാജാവ്. ഈ സ്ഥാപനത്തിൻ്റെ തൊട്ട് മുന്നിൽ ദേശീയപാത പോകുന്നുണ്ട്. അപ്പുറത്ത് ഓൾഡ് NH, ഇപ്പുറത്ത് പുതിയ NH. ഈ പുതിയ NHൻ്റെ സമീപമുള്ള വശത്തു നിന്നാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ വേസ്റ്റ് വെള്ളം മുഴുവനും ഈ ഹൈവേയിലേക്ക് തുറന്നുവിടുക. എന്തൊരു ഇതാന്ന് നോക്കി. അന്ന് പ്രദേശവാസികളൊക്കെ പിടിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇതിപ്പോൾ തന്നെ ഡ്രൈനേജ് ഉണ്ടാക്കും, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കും. നമ്മളൊരു സ്ഥാപനത്തിനെ കയറി അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാനായിട്ട് പോരുതല്ലോ. ഞാൻ എന്തായാലും അവർ അവിടെ എന്നെ കാണിച്ചതനുസരിച്ച് ഡ്രൈനേജിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം മുക്കാവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വേസ്റ്റ് ടാങ്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പോട്ടെ ശരിയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നലെ രാത്രി ചാലക്കുടി നഗരസഭ 5-ാം വാർഡ് കൗൺസിലർ നിധിൻ പുല്ലൻ പറഞ്ഞു, മനസ്സിലായോ? യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് ഉറക്കണ്ടാവില്ല. ഞാൻ നോക്കിയപ്പോൾ നിധിൻ പുല്ലൻ ഈ പാപ്പാളി ജംഗ്ഷനിൽ ഇങ്ങനെ നടന്നു പോവാണ്. എങ്ങോട്ട്? ഈ ഓൾഡ് NHൻ്റെ അവിടെ നിന്ന് കോട്ട ജംഗ്ഷനിലേക്ക് ഒരു മൊബൈലും പിടിച്ചു. ഇതെന്താണ് ഇങ്ങനെ പോണേ? ഞാൻ പിന്നാലെ ചെന്നപ്പോഴാണ് മനസ്സിലാവണേ വേസ്റ്റ് വെള്ളത്തിൻ്റെ ഒഴുക്കേ ഈ ഓൾഡ് NHൻ്റെ സൈഡിലുള്ള ഈ ചീക്കിങ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് വേസ്റ്റ് വെള്ളം ഒഴുകി വേറൊരു തൊട്ടപ്പുറത്തെ പറമ്പിലെ ഒരു ടാങ്കിലേക്ക് വീഴുകയും അത് നിറഞ്ഞ് അതിൽ നിന്ന് പുഴുക്കൾ മുതലായ സാധനങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ ഈ ഒഴുക്കുന്ന സ്ഥാപനത്തിൽ ആൾ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് ഒഴുകി ഏകദേശം ഒരു 100 മീറ്ററിന് അപ്പുറത്തേക്ക് ഇത് ഒഴുകി റോഡ് സൈഡിൽ കൂടെ പോണ്. ആ ഭാഗത്ത് നിൽക്കാൻ സാധിക്കില്ല. എന്തായിരുന്നാലും വാർഡ് കൗൺസിലർ ചങ്കൂറ്റുള്ള ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ ശക്തിയോ മറ്റു കാര്യങ്ങളോ അതിൻ്റെ പിടിപാടുകളോ ഒന്നും നോക്കാൻ പോയില്ല. ആൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിലിനി കൗൺസിലർമാർ ഇനി ഈ പറയുന്ന ഹോട്ടലുകളും മറ്റു കാര്യങ്ങളിലേക്കും ഒരു കരുതലിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങാൻ പോകുന്നതാണ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത്. ഇനി അതുമാത്രമല്ല, ഈ ചാലക്കുടി നഗരസഭ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈ മാലിന്യ പ്രശ്നമെന്ന് കൃത്യമായ ഇടപെടലുകൾ നടത്താൻ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് കഴിയണമെന്ന് അമ്പേ പരാജയമാണ്. ഞാൻ അന്നേ പറഞ്ഞു,
ഒരു നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ പരിചയസമ്പന്നരായ ആളുകൾ വെക്കണം അതിൻ്റെ ചാർജ് ഉള്ള സ്ഥാനത്ത്. മനസ്സിലായിട്ടുണ്ടോ? ഈ ഗ്രൂപ്പ് നോക്കി വീതം വെച്ച് വെക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഈ ചാലക്കുടി നഗരസഭയുടെ പല സ്ഥലങ്ങളിലും ഇതുപോലെ മാലിന്യൊഴുക്ക് യഥേഷ്ടം തുടരണമെന്ന്. അതിൻ്റെ ഭാഗമാണ് ഈ പാപ്പാളി ജംഗ്ഷനിൽ കണ്ടത്. നിതിൻ പുല്ലൻ എന്ന് പറയുന്ന കൗൺസിലർ ഈ സാധനം രാത്രി ഉറക്കൊളിച്ചിരുന്ന ഈ സാധനം കണ്ടുപിടിച്ചു. ഇനി ഏറ്റവും തമാശ എന്തിനാണെന്നറിയോ? ഈ സ്ഥാപനം ഈ കെട്ടിടാരെന്നറിയോ? ക്ലീൻ ചാലക്കുടി മാലിന്യമുക്ത ചാലക്കുടി എന്ന് പറഞ്ഞ് താൻ ചെയർമാനായിരിക്കുന്ന സമയത്ത് കൊട്ടി ഘോഷിച്ച് വിളംബരം നടത്തിയ ഒരു മനുഷ്യൻ്റെ ബിൽഡിങ്ങാണത്. മനസ്സിലായോ? സ്വന്തം സ്ഥാപനത്തിലെ പണിയുന്ന സ്ഥാപനത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത ആളാണ്. പട്ടണം പിടിക്കും. എന്തൊക്കെ സാധനങ്ങളെ കാണിച്ചേ? ഞാൻ വെറുതെ പറഞ്ഞിട്ട് പേരല്ല, കസേര മനുഷ്യൻ. അയാളൊരു കസേര മനുഷ്യനാണ്. അതുകൊണ്ടാണ് നടക്കുന്ന പരിപാടി. ഇപ്പം എന്താ സംഭവം? ഈ മാലിന്യ വെള്ളം മുഴുവനും റോട്ടിൽ കൂടെ ഇങ്ങനെ ഒഴുകിയാണ് പോണത്. എന്നിട്ടേ സ്ഥാപനത്തിൻ്റെ ഉടമ വന്നിട്ട് നമുക്ക് എന്താ കൈകാര്യം ചെയ്യാൻ, എന്നിട്ട് കൈകാര്യം ചെയ്യാം, നമുക്കൊന്ന് ഇരിക്കാമെന്ന്. എവിടെ ഇരിക്കണം? വേസ്റ്റ് വെള്ളത്തിലിരിക്കണം. തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളിൽ ചങ്കൂറ്റത്തോടുകൂടി ഇടപെടുന്ന നിതിൻ പുല്ലന് അഭിനന്ദനങ്ങൾ. മറ്റ് കൗൺസിലർമാർ ഇത് മാതൃകയാക്കണം. ഇമാതിരി പെരട്ടപ്പണി 4-5 മാസം മുന്നേ നമ്മൾ മിണ്ടാണ്ട് പോകുന്ന സംഭവമാണ്. ഇതിന് വീഡിയോ ചെയ്യേണ്ടിയിരുന്നത് ശരിയാവില്ല. ഇതിൽ നഗരസഭ ഇടപെടണം. ചങ്കൂറ്റുണ്ടെങ്കിൽ നഗരസഭ ഇടപെടണം. ഇവിടുത്തെ ഭക്ഷണശാലകളിലും ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളൊക്കെ കിട്ടണത് എന്നിട്ട് പുഴുക്കളാണ്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഒരു സാധനം ചെയ്യണില്ല. ഇത് യഥേഷ്ടം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പാപ്പാളി ജംഗ്ഷനിലെ ചീ രാജാവ് പരിപാടി അധികം നാൾ മുന്നോട്ട് പോകില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്തായിരുന്നാലും കൗൺസിലർമാർ ജാഗ്രതയോടുകൂടി ഇടപെടുന്നതിന് നന്ദി. ഈ ചീക്കിങ് ഒന്ന് നന്നായിക്കൂടെ? ഉദ്യോഗസ്ഥരുടെ പരപരിമിതികളും ഞങ്ങൾ നിന്ന് മറികടക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഇത്തരം രീതിയിൽ വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ ഈ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഭക്ഷണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹോട്ടലുകൾ, മറ്റു കടകൾ, ഇതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും കൃത്യമായിട്ടുള്ള അതിനുള്ള ഒരു പരിഹാരം കാണുകയും അതിനുള്ള കൃത്യമായിട്ടുള്ള നടപടി എടുക്കേണ്ട ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്കും ഞങ്ങൾ കടക്കും എന്നതിന്റെ ഭാഗമായിട്ട് ഉറപ്പ് നൽകുകയാണ്. കാരണം ഈ സ്ഥാപനത്തിനെതിരായിട്ട് നാളെ തിങ്കളാഴ്ച, ഇന്നിപ്പോ ഈ സമയം ഈ രാവിലെ തന്നെ അടിയന്തരമായിട്ട് ഈ സ്ഥാപനത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും നോട്ടീസ് കൊടുക്കുകയും ആവശ്യമെങ്കിൽ ഇത് പൂട്ടാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇത് അടച്ചുപൂട്ടാൻ ആവശ്യമുള്ള അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാലിന്യം സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഇവർ നടത്തിയതിന് പരിഹാരം കണ്ടതിന് ശേഷം ബാക്കി തുറക്കാമെന്നുള്ളതിലേക്ക് മാറണം. അല്ലെങ്കിൽ ഇത്തരം രീതിയിലേക്ക് ഈ മാലിന്യം ഏകദേശം 150-200 മീറ്ററോളം ഇതിന്റെ മലിനജലം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ സ്ഥാപനത്തിന് മാത്രമല്ല, ഈ സ്ഥാപനം പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന് പിറകിലുള്ള സ്ഥാപനം, അതിന്റെ അപ്പുറത്തെ സ്ഥാപനം, അങ്ങനെ ഏകദേശം 2-3 പറമ്പുകളോളം ഇതിന്റെ മലിനജലം ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാലക്കുടിക്കകത്ത് പല സ്ഥാപനങ്ങളും ഇത്തരം രീതിയിൽ അനധികൃതമായിട്ട് അല്ലെങ്കിൽ മലിനജലം അല്ലെങ്കിൽ മാലിന്യ സംസ്കരണം ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെല്ലാം കൃത്യമായിട്ടുള്ള താക്കീതാണ് ഈ വീഡിയോ. ഇതിനപ്പുറത്തേക്ക് നാളെ മുതൽ ഞങ്ങളുടെ പരിപാടികൾ ആരംഭിക്കും. ഇതിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നതായിരിക്കും.